എനിക്ക് ഒരു ഡൗട്ട് പോലെ ഞാൻ ചോദിക്കാം. മറ്റു പാട്ടുകൾ പോലെ അല്ലല്ലോ ഈ മുറിവെന്ന് പറയുന്ന പാട്ട്. ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. ഞാൻ ഇന്നലെ മഹാരാജ പടം കണ്ടു തീർത്തതും പിന്നെ എനിക്ക് ഇതിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഈ പാട്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒട്ടും മെൻ്റലി സ്വസ്ഥമായിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ വേദിയിൽ ഈ പാട്ട് പാടുന്ന സമയത്ത് നമ്മൾ വേറൊരു മൂഡിൽ നിന്ന ആൾക്കാരിലേക്കാണ് ഈ പാട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓഡിയൻസ് എടുക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ടോ? അവരുടെ എൻജോയ്മെന്റ് നിന്നിട്ട് അവർ ആ ലിറിക്സിലേക്ക് ഇൻവോൾവ് ആവോ? എങ്ങനെയാ അതിൻ്റെ ഒരു ഇത്? രണ്ടും കണ്ടിട്ടുണ്ട്. ഒന്ന് ആസ് ഇൻഡിപെൻഡൻറ്റ് ട്രാക്ക്, ഇപ്പം ഈ ഒരു വലിയൊരു വിവാദമാവുന്നതിന് മുന്നേ ഇറ്റ്സ് ജസ്റ്റ് അനദർ ഇൻഡിപെൻഡൻറ്റ് ട്രാക്കായി റിലീസ്ഡ്. അപ്പം ആ സമയത്ത് ഒരു സ്ഥിരമായിട്ട് നമ്മുടെ പാട്ടുകൾ കേൾക്കുന്നതല്ലാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു ആദ്യമായിട്ട് ഒരു സ്റ്റേജിലൊരു പാട്ട് കേൾക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു വലിയൊരു ശതമാനം ലിറിക്സ് അല്ലായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. അവർ മൊത്തത്തിൽ ഇപ്പോൾ എന്തോ സംഭവിക്കണം, ഓക്കെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരുന്നു, ഭയങ്കര വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് എന്നുള്ള സ്ഥലത്താണ് കുറേ പേര് നിൽക്കുക. അല്ലാതെ പിന്നെ അത് കഴിഞ്ഞ് ഇറ്റ്സ് വെരി അപ്ബീറ്റ്. കുറച്ച് മുമ്പ് ഇവർ കൂടെ തുള്ളാൻ തുടങ്ങും, അതിൻ്റെ ലൈക്ക് ബീറ്റ്സിൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു കാറ്റഗറി ആളുകളുണ്ട്. അതല്ലാണ്ട് എനിക്ക് പേഴ്സണലി ചില സമയത്ത് ചില പെൺകുട്ടികളൊക്കെ മെയിലായിട്ടും ഇൻബോക്സിലും മെസ്സേജസ് ആയിട്ടൊക്കെ അയച്ചിട്ടുണ്ട്, ഇത് കേട്ട് കഴിഞ്ഞിട്ട് ആകെ ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞ ആളുകളും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാറ്റഗറി ആളുകളെയും നമ്മൾ കാണാറുണ്ട് കോൺസേർട്ട് കഴിയുമ്പോഴേക്കും. അതിൻ്റെ ഇടയ്ക്ക് ഈ വായ്ത്താരി യൂസ് ചെയ്തിട്ടുണ്ടല്ലോ തത്തനക്ക്. എനിക്ക് തോന്നുന്നു കുറേ പേർക്കെങ്കിലും ഇത്തിരി ട്രിഗർ എലമെന്റ് ആയത് ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് പാട്ടിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു വായ്ത്താരി യൂസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? അത് ഗ്രാജുവലി അതങ്ങ് ഡെവലപ്പ് ആയതാണോ? എന്തായിരുന്നു എൻ്റെ പിന്നിൽ? അല്ല, ഇതിലങ്ങനെ ഒരു സ്ഥലത്ത് നമ്മളങ്ങനെ നിയമങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല. ഇപ്പം അതിൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, ഇത്രയും ദുഃഖകരമായ കാര്യം പറഞ്ഞ് ഞങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ബേസിക്കലി ദ ലൈഫ് ഓഫ് എ വുമൺ. അതായത് ഇങ്ങനെയുള്ള ഒരേ വൃത്തികേടുകൾ കണ്ടും കേട്ടും ഒന്നും സംഭവിക്കാത്ത പോലെ നമ്മളിങ്ങനെ ജീവിച്ചു പോവാണ്. അപ്പോൾ ആ ഒരു സർക്കാസം തന്നെയാണ് അതിൻ്റെ വീഡിയോയിലും കാണിക്കുന്നത്. അപ്പം കുറേ ആളുകൾ പറഞ്ഞത് ഓഡിയോ അങ്ങോട്ട് വീഡിയോ ഇങ്ങോട്ട് തെക്കും വടക്കുമായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എക്സാക്ട്ലി അവർ ലൈഫ്. നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെയുള്ള വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഒറ്റയ്ക്കിരുന്ന് മുറിയിലിരുന്ന് ഡീൽ ചെയ്തിട്ടൊന്നും സംഭവിക്കാത്ത പോലെ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പുറത്തുപോയി സാധിക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഈ വായ്ത്താരി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കർണാട്ടിക് എലമെൻറ്റ്സ് ഇതിനകത്ത് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള സ്റ്റെപ്പുകൾ കളിക്കുക എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ മൊത്തത്തിലുള്ള ജീവിതം 5 മിനിറ്റിൽ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ല അങ്ങനെ പേർപ്പസ്ഫുള്ളി ചെയ്തല്ല. പക്ഷെ ഐ ഫെൽറ്റ് ഇറ്റ് ഷുഡ് ബി ലൈക്ക് ആ ഒരു ഭയങ്കര യൂഷ്വലി നമ്മൾ സങ്കടമുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ഭയങ്കര സങ്കടമായിട്ട് എല്ലാവരും ഇരിക്കണം, എല്ലാവരുടെയും മുഖം ഭയങ്കര സങ്കടമായിരിക്കണം, നമ്മൾ വീഡിയോ സങ്കടമായിരിക്കണം, അങ്ങനെയൊന്നും ഇല്ല. ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്. സോ അത് ജസ്റ്റ് ഒന്ന് അങ്ങനെ കാണിച്ചു. ഇറ്റ്സ് വെരി റാൻഡം. ഇതൊന്നും നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പ്രോപ്പറായിട്ടുള്ള വാലിഡേഷനോ പ്രോപ്പറായിട്ടൊരു അപ്പോളജിയോ ഒന്നും കിട്ടാണ്ട് ഒന്നും സംഭവിക്കാത്ത പോലെ പോകുന്നത് വളരെ ഇല്ലോജിക്കലായിട്ടുള്ള അബ്നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് സ്റ്റിൽ ദാറ്റ്സ് വാട്ട് വി ഫേസ്. സോ ഇതും അങ്ങനെ തന്നെ പൊക്കോട്ടെ. അബ്നോർമലായിട്ട് യൂഷ്വലി അല്ലാത്തൊരു പരിപാടി പാട്ടിലും പോട്ടെ.